നമ്മുടെ ഫൈനലി ഉള്ള ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടോ, വണ്ടിയുടെ ഒരു ബ്ലാക്ക് കളർ അടിച്ചിട്ടുള്ളൊരു ലുക്ക്. അപ്പോൾ തിരിച്ച് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർബോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം ഭയങ്കര സ്ലോ ആയിട്ടാണ് ചെയ്യുന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അത്രയും സ്ലോ ആയി ചെയ്യുന്നത് നമുക്ക് അത്രയും പെർഫെക്ഷൻ വേണമെന്നുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ നമ്മൾ സോളിഡ് ഒന്ന് അടിച്ചു നോക്കണം. അതും നമ്മൾ ബ്ലാക്ക് ആയിട്ട് അടിക്കണേ. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ നമ്മുടെ വണ്ടിക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കളർ തന്നെ അടിക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ പുട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ്ടോ, ഇവിടെ നമ്മൾ പുട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ശകലം പുട്ടി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ആ ഒരു ട്രിപ്പ് പോയപ്പോൾ വെച്ചൊരു ക്യാരിയറിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയൊക്കെ പുട്ടി കയറിയത് കേട്ടോ. അവിടെ എവിടെയും പുട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ പുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പുട്ടിയുടെയൊക്കെ ചെറിയ ചെറിയ ഹോള് പോലത്തെ സംഭവങ്ങൾ അകത്തേക്ക് വലിച്ചെടുക്കാതിരിക്കാനാണ് നമ്മൾ ഈ സോളിഡ് അടിക്കുന്നത്. സോളിഡ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻറ്റ് നല്ല രീതിയിൽ കവറായിരിക്കും. പിന്നെ ബാക്കി നമ്മൾ അടിക്കണ മെറ്റാലിക് പെയിൻ്റ് ആണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ മുകളിൽ അങ്ങനെ കടന്നോളും. നമ്മുടെ വണ്ടി എല്ലാവരും ഈ വർഷം തീരുമോ അടുത്ത വർഷം തീരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കമൻറ്റിൽ. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് റിപ്ലൈ കൊടുക്കാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പുത്തൻ വണ്ടി ചെയ്യണ പോലെ അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പല വണ്ടികളും ഇപ്പോൾ എനിക്കറിയാവുന്ന പല വണ്ടികളും വർഷങ്ങളെടുത്തിട്ടാണ് റീസ്റ്റോറേഷനൊക്കെ കഴിഞ്ഞ് വന്നേക്കണത്. അപ്പോൾ പലരും ഈ വണ്ടി പെയിൻ്റ് അടിക്കാനാണോ, ഞങ്ങൾക്ക് 3 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമോ 5 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയും. പക്ഷേ ആ ഒരു പെർഫെക്ഷനിൽ ചെയ്യാനായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്ത് തന്നെ മതിയാവുള്ളൂ. അപ്പോൾ ഇതിലുള്ള മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ഫുൾ ഒറിജിനാലിറ്റി, അതുപോലെ തന്നെ വണ്ടി സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ഫിനിഷിങ്, വണ്ടിയുടെ ഒരു 100% ഫിനിഷിങ് ഒക്കെ നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ടൈം എടുത്ത് നമ്മൾ ഈ വർക്ക് ചെയ്യണത് കേട്ടോ. ഇപ്പോൾ നമ്മളിത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ അതും പരിഹരിച്ചതിന് ശേഷം ഈ കാണുന്ന ഡോറ്, ബമ്പർ, ബോണറ്റ് എല്ലാ സംഭവങ്ങളും വീണ്ടും അഴിച്ചെടുത്തതിന് ശേഷമായിരിക്കും നമ്മുടെ പെയിൻറ്റിങ്, അതായത് നമ്മുടെ സിൽവർ കളർ പെയിൻ്റ് അടിക്കുക. ഇതിപ്പോൾ നമ്മൾ ബ്ലാക്ക് തന്നെ അടിക്കണോ അതോ സിൽവർ അടിക്കണോ എന്നുള്ളതിൽ ഇപ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷനായുണ്ട്. കാരണം നമ്മൾ ബ്ലാക്ക് അടിച്ച് നോക്കി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്കും നല്ല ഇഷ്ടപ്പെട്ട കളറൊക്കെ തന്നെയാണ്. പക്ഷേ വണ്ടി ആ ഒരു വന്ന കളറിൽ തന്നെ നിന്നോട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ സിൽവർ തന്നെ ചെയ്യാൻ വിചാരിച്ചത്. ബ്ലാക്ക് കളർ അടിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സോളിഡ് ആയിട്ടുള്ള പെയിൻറ്റ് നമ്മൾ ബ്ലാക്ക് ഒന്ന് അടിച്ചു നോക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ബൂട്ട് വാമായിക്കൊണ്ടിരിക്കുക കേട്ടോ. ബൂട്ട് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല, ടെമ്പറേച്ചർ ഇട്ടു. ബൂട്ടിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുള്ള ചൂട് കൂടിക്കൊണ്ടേയിരിക്കുക. ബ്ലാക്ക് ആക്കേണ്ടി വരും. ബ്ലാക്ക് വൃത്തിയുണ്ട് അല്ലേ? വേണോ സിൽവർ വേണോ എന്നുള്ളത് നമ്മളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഏത് കളറാണ് ആൾക്കാർ കൂടുതലായിട്ട് നമുക്ക് പറയുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ വന്ന ആ ഒരു കളറിൽ നിർത്തണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേ എന്നാലും സോളിഡ് നമ്മളൊരു കളർ അടിക്കുമ്പോൾ അത് ബ്ലാക്ക് അടിക്കാമെന്നുള്ളൊരു പ്ലാനിൽ എത്തിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ബ്ലാക്കിനോടാണ്, കാറ് ബ്ലാക്ക് കളറിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആക്കണം എന്നുണ്ട്. പലരും നമ്മുടെ വണ്ടിയുടെ കളർ ചേഞ്ച് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആ ഒരു കാര്യം കൂടെ നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സോളിഡ് നമ്മൾ ബ്ലാക്ക് ചെയ്യാൻ വിചാരിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്രേ കളറാണ് സാധാരണ സിൽവറിനൊക്കെ എല്ലാവരും അടിക്കാറ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ബ്ലാക്ക് അടിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് വണ്ടിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടോയെന്ന് അറിയാനും, രണ്ടാമത്തത് ബ്ലാക്ക് കളറിനോട് എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട്. കമ്പനി കളറ് വണ്ടി ബ്ലാക്ക് കളർ വന്നിട്ടില്ല. എന്നാലും നമ്മൾ കാണാം കേട്ടോ പെയിൻറ്റിനകത്ത് കണ്ടോ. അപ്പോൾ അതായത് നമ്മുടെ സോളിഡ് അടിച്ചതിനകത്ത് തന്നെ നമ്മുടെ വണ്ടിക്ക് ഒരു മിറർ എഫക്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബൂട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ കൂടെ തന്നെ നമ്മുടെ ബൂത്തിൻ്റെ പുറം ഭാഗമൊക്കെ നമുക്ക് നല്ല മിറർ പോലെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, എല്ലാ സൈഡും. അപ്പോൾ ഇവിടെ ആണെങ്കിലും വണ്ടിയുടെ സോളിഡ് കളർ നമ്മൾ ഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ, അടിച്ച് ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഒരു ഷേപ്പ് ലുക്ക് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയായിരിക്കും.
അപ്പോൾ നിങ്ങൾ എന്താണേലും നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം, നമ്മുടെ വണ്ടീനെ റീസ്റ്റോറേഷൻ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പലരും കളർ ചേഞ്ച് ആക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ വണ്ടിയുടെ സോളിഡ് കളർ നമ്മൾ എടുത്തപ്പോൾ തന്നെ നമ്മൾ ബ്ലാക്കിലേക്ക് അടിച്ചതെന്ന് വെച്ചാൽ നമുക്കും ബ്ലാക്ക് അടിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ആ വണ്ടിയുടെ വന്നൊരു കളറിൽ തന്നെ നിന്നോട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ സിൽവർ തന്നെ ചെയ്യാമെന്നുള്ളൊരു പ്ലാനായത്. പക്ഷേ ഒരുപാട് പേര് സിൽവർ വേണ്ട എന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സോളിഡ് ബ്ലാക്ക് ആക്കിയത്. അല്ലെങ്കിൽ നമ്മൾ ഒന്നല്ലേ ഗ്രേ കളറേ അടിക്കുള്ളായിരുന്നു. CRAൻ്റെ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളാണിത് ഫുൾ പെയിൻ്റ് അടിച്ച് ഇത് മടുത്ത് ഇവിടെ വന്ന് നിൽക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ CRAൻ്റെ വീഡിയോ, CRA എവിടെയായിരുന്നു എന്ന് കുറേ കാലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി കസ്റ്റമർ ഒന്നും കൊണ്ടുപോയില്ലേ പെയിൻറ്റ് ചെയ്യാൻ? ആ, അപ്പോൾ വണ്ടി ഇതിപ്പോഴും ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൽ ഒരു കോട്ട് പെയിൻറ്റ് കൂടെ വരാണ്ട് അല്ലേ? 1 2 ക്ലിയറിങ് കയറാണ്ട് ഇതിനകത്ത്. ഇതിപ്പോൾ ആക്ച്വലി ബേസാണ് അടിച്ചിട്ടുള്ളൂ. ഇത് ബേസ് അടിച്ചിട്ട് നേരെ ഇവർ മെക്കാനിക്കൽ വർക്കിന് വേണ്ടിയിട്ട് അവരുടെ നാട്ടിൽ തന്നെ കൊണ്ടുപോയി അവിടെ നിന്ന് വീണ്ടും തിരിച്ച് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർബോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ഈ വണ്ടിയിൽ. വണ്ടി ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇൻറ്റീരിയറൊക്കെ സീറ്റ് കാര്യങ്ങളൊക്കെ ഫുള്ള് അവരുടേതായിട്ടുള്ളൊരു ടേസ്റ്റിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഫുള്ള് ലെതർ റാപ്പ്, റെക്സിൻ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ കളറ് ബലേനോടെ കളറാണല്ലോ ഇപ്പോൾ. I10 പഴയ I10 വരുന്ന ഏതോ ഒരു കളറാണ് ഇതിൽ കൊടുത്തേക്കണേ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ടെർബോ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ടെർബോ ഈ സൈഡിലായിരുന്നു അല്ലേ? ഇൻ്റർകൂളർ ഈ സൈഡിലായിരുന്നു. അതിപ്പോൾ എടുത്ത് കറക്റ്റ് നമ്മുടെ സഫാരിക്ക് വരുന്നതിൻ്റെ ഇൻ്റർകൂളറും അതുപോലെ തന്നെ സഫാരിയുടെ റേഡിയേറ്ററൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അതാണ് ഇപ്പോൾ വണ്ടിയിൽ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നാട്ടിലെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് റേഡിയേറ്റർ ഫാന് വരുന്നത് ഇതായിരിക്കും അല്ലേ? ഇലക്ട്രോണിക്. അപ്പോൾ നമ്മുടെ സാധാ ഫാനും മാറ്റിയിട്ട് ഇതിൽ ഇലക്ട്രോണിക് ഫാൻ ആക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേറ്റർ ഇങ്ങനെ റേഡിയേറ്റർ ഇൻ്റർകൂളർ സ്പ്ലിറ്റ് ചെയ്ത് വന്നുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ആ ഫാന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അതിനുള്ള ഗ്യാപ്പും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾഡ് മോഡൽ സഫാരിയുടെ റേഡിയേറ്ററും അതിൻ്റെ തന്നെ ഇൻ്റർകൂളറും വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടെർബോയും കാര്യങ്ങളൊക്കെ പഴയ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫാന് കാര്യങ്ങൾ നമ്മൾ ഇലക്ട്രിക് ഫാനിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കും. അതായത് ഒരു 80 ഡിഗ്രി ആകുമ്പോഴത്തേനും ഫുൾ സ്പീഡിൽ ഓർഡർ പോലെ അല്ലേ? അങ്ങനത്തെ ഒരു ലെവലിലേക്ക് ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓണർ തന്നെ ചെയ്യുന്ന വർക്ക് കേട്ടോ. ഇവിടെ ചെയ്തേക്കുന്നത് പാച്ചും പെയിൻറ്റും അല്ലേ? പാച്ച് പിന്നെ ഇതിലുള്ള ഓൾട്രേഷൻ, അതായത് ഈ എന്താ പറയുക റേഡിയേറ്റർ വെക്കാനുള്ള ക്ലാമ്പ് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓണറുടെ ആ ഒരു ഐഡിയയിൽ തന്നെയാണ് ഇത് ഫുള്ള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ചെയ്ത വർക്ക് പറഞ്ഞാൽ ഈ ബസ്സിൽ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാട്ടോ, ഒന്നും കിട്ടാനില്ല. അപ്പോൾ മെറ്റലിൽ തന്നെ ചെയ്തെടുത്തേക്കുന്ന ബസ്സൽസൊക്കെയാണ് ഫ്രണ്ടിൽ രണ്ടും കാണുന്നത്. തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞത് നമ്മുടെ വണ്ടികളൊക്കെ തിരക്ക് ഇല്ലാത്തപ്പോഴാണ് വർക്കുള്ളൂ. ഇത്രയും ദിവസം നല്ല തിരക്കായിരുന്നു, അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ വണ്ടി ഇത്രയും വഴുകാനും കാരണം. പിന്നെ അത് മാത്രമല്ല നമ്മുടെ വണ്ടി എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും വഴുകണേ, അടുത്ത വർഷമെങ്കിലും തീരുമോ എന്നൊക്കെയുള്ള കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട്, കാണാറുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതേപോലത്തെ പഴയ വണ്ടികൾ നല്ല ടൈം എടുത്ത് തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലാണ് അതിൻ്റെ ഒരു വൃത്തി കാര്യങ്ങളൊക്കെ വരുള്ളൂ. പിന്നെ നമ്മൾ മനഃപൂർവ്വം ലാഗാക്കുന്നതല്ല നമ്മുടെ വർക്ക്. ഇഷ്ടംപോലെ ആൾക്കാർ വെയിറ്റിംഗ് ആണ്, ഇൻസ്റ്റഗ്രാമിലും എല്ലാത്തിലും നമ്മൾക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെക്കൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ തന്നെ അതിനുള്ള റിപ്ലൈ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ആൾക്ക് വയ്യാണ്ട് ഏകദേശം ഒരാഴ്ചയോളം അല്ലേ, 10-13 ദിവസം നമ്മുടെ പെയിൻറ്റർ വയ്യാണ്ട് വീട്ടിലിരുന്നു. അപ്പോൾ 10-13 ദിവസത്തോളം ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. നമ്മുടെ വണ്ടി ആ ഒരു ബേസ് കോട്ട് അടിച്ച് പുറത്തിറക്കാൻ വേണ്ടി പോകട്ടോ. ടയറൊക്കെ പഞ്ചറാണ്, ട്യൂബ്ലെസ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ കാറ്റടിച്ച് അങ്ങനെ ഇറക്കുന്നുള്ളൂ. ടയറൊക്കെ മാറ്റണം, നമ്മൾ 4 ടയർ ചേഞ്ച് ചെയ്യാണ്ട്. നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് സ്റ്റേജ് പെയിൻറ്റിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തേക്കാം കേട്ടോ. അതുപോലെ തന്നെ ബ്ലാക്ക് നമ്മുടെ വണ്ടിക്ക് എത്രത്തോളം പറ്റിയൊരു കളറാണെന്ന് കൂടെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കളർ തന്നെ നമ്മൾ അടിച്ചു നോക്കിയത് കേട്ടോ. നമുക്ക് അങ്ങനെ വലിയൊരു വൃത്തികേടായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെന്താ കണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറ. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നൊരു വണ്ടിയുടെ ഏകദേശം വരുന്ന പോലെ ഒരു കളറായിരിക്കും നമ്മൾ ഈ വണ്ടിയിൽ അടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുക. സിൽവർ കളറാണ് നമ്മൾ അടിക്കണം നമ്മുടെ വണ്ടിക്ക് പ്ലാൻ ചെയ്ത് വെച്ചേക്കണേ. പലരും നമ്മുടെ വണ്ടിയുടെ സിൽവർ ബോറായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലും കൂടെ നമുക്ക് അടിക്കാൻ പ്ലാനുള്ള ഒരു 2 കളറാണ്, ഒന്ന് ബ്ലാക്ക് ഒന്ന് സിൽവർ.
പക്ഷെ ബ്ലാക്ക് ഈ വണ്ടി കമ്പനി വന്നിട്ടില്ല. ഫിറ്റിങ്സ് കൂടെ വന്നു കഴിയുമ്പോഴത്തേനും ഒന്നും കൂടെ വേറെ ലെവൽ കളറാവും. അപ്പോൾ പലരും കമൻറ്റ് ചെയ്തിരുന്നു നമ്മുടെ വർക്ക് ഭയങ്കര ഡിലേ ആകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വണ്ടി ആയതുകൊണ്ടും പിന്നെ ഇതിൻ്റെ വർക്ക് ചെയ്തിരുന്ന ആൾ, അതായത് നമ്മുടെ പെയിൻറ്റർ ഏകദേശം ഒരു 10-20 ദിവസത്തോളം ലീവ് എടുത്തു. പിന്നെ ഇതിൻ്റെ പാച്ച് വർക്കർ നമ്മുടെ വണ്ടി ചെയ്തുകൊണ്ടിരുന്ന ആൾ ഇതിൻ്റെ ഇടയിൽ വർക്ക് നിർത്തിയ ആൾ തിരിച്ചാളെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല പ്രതിസന്ധികൾക്കിടയിലാണ് നമ്മൾ ഈ വണ്ടികളുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെയിൻറ്റിങ്, പാച്ച്, ഇതാണ് ഇപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ള വർക്ക്. അത് അല്ലാണ്ട് ഇൻറ്റീരിയർ ടോപ്പ് മാത്രമാണ് പുറത്ത് കൊടുത്ത് ചെയ്യിക്കാനുള്ളത്. അതാണെങ്കിലും ഒരു 2 ദിവസം 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ അതും കൂടി ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വർക്കുകളൊക്കെ നമുക്ക് പെട്ടപ്പെടാന്ന് പറഞ്ഞ് തീർത്ത് നമ്മുടെ വണ്ടി പുറത്തിറക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വണ്ടിയുടെ കളർ ഏതാണെന്നുള്ളതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്നും കൂടെ നമുക്കൊന്ന് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അതുവരെ ബൈ.